ഉണ്ണി, നിനക്കെന്താ സംസാരിക്കാനുള്ളത്? ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. ഈ കാര്യത്തിലുള്ള എന്റെ അവസാനത്തെ തീരുമാനം മാത്രം പറഞ്ഞേക്കാം. ഞാൻ വാക്കുകൊടുത്ത പെണ്ണിനെ ഇവൻ വിവാഹം ചെയ്യണം. രാധികയെ. ഇല്ലെങ്കിലോ? നീ ഈ വീട്ടിൽ താമസിക്കില്ല. എന്റെ സ്വത്തിൽ ഒറ്റ പൈസയ്ക്ക് പോലും നിനക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. അത്രേ ഉള്ള അമ്മേ, ഇത് ആപത്താണ്. ബാലോ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് മീനാക്ഷിയുടെ വീട്ടിൽ താമസമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും നടക്കരാ. അത്രയ്ക്ക് കടുപ്പം അവനില്ല ഉണ്ണി. ആ പെണ്ണ് തൽക്കാലത്തേക്ക് ഒന്ന് അവനെ വഷളാക്കിയെന്നേ ഉള്ളൂ. അത് ഞാൻ തിരുത്തിയെടുക്കും. ബാലൻ എവിടെ പോകുന്നു? അളിയോടെ ചോദിച്ചു എവിടെ പോകുന്നെന്ന്. വിവാഹം കഴിയുന്നവരെ ഗീതയുടെ വീട്ടിൽ താമസിക്കും. അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറും. അമ്മേ, ബാലിനെ വിളിക്കമ്മേ. വിളിക്കമ്മേ. ബാല, ബാല, ബാല. നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? ക്ഷമിക്കണം അമ്മേ, എനിക്ക് ഗീതയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അമ്മേ, ബാലിന്റെ ഇഷ്ടം നടക്കട്ടെ അമ്മേ. സമ്മതമാണെന്ന് പറയൂ. ഞാനാ പറയുന്നത്. പ്ലീസ്. ശരി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പറഞ്ഞതെല്ലാം ക്ഷമിക്കണം. അമ്മയില്ലാതെ വളർന്നതായവള്. എന്നിട്ടും ദുഃഖം എന്താണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. മോളെ, കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇക്കയാണോ? Sorry. നീ വിഷമിക്കാതെ, ഞാൻ ചെന്ന് ബാലിനെ വിളിച്ചോണ്ട് വരാം. എന്താ നിന്നെ മോള് തേടിറക്കി. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വാ. കണ്ടോടാ, അവന് കരയണ്ട. കണ്ടോ? പാടുണ്ടല്ലോ. ആര് വിളിച്ചെന്നാ പറഞ്ഞേ? എന്താ വേണ്ടേ? ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും.
എന്ത് പറ്റി മോളെ? അവളെ എടുത്ത് കട്ടിൽ കിടത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. ശരിയല്ലേ? അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവളിവിടെ കിടക്കട്ടെ. നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ, ആ കഥ അടച്ചേക്കണേ. ഡാരട്ടാ, ഡാരട്ടാ, കാപ്പി. എന്ത് ചെയ്യാനാ? നല്ലൊരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയാവോ? ഓഫീസിൽ പോണ്ടോ? ആ കേറിക്കേ. ഈ ബാഗ് പിടിച്ചേ. അമ്മേ, ഞാൻ കോളേജിൽ പോകുന്നു. പോയിട്ട് വാ മോളെ. അമ്മമ്മ കാപ്പി. എന്താ രീതി കിടക്കുന്നതൊക്കെ? അല്ല, ഇതാരാ മോളെ? ഈശ്വരപിള്ളിക്കും കൂടെ ഒരു കാപ്പി. വേണ്ട മോളെ, എടുക്കണ്ട. ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഈശ്വരപിള്ളി ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് എവിടെ പോകാനാ? അപ്പൊ അപ്പുറത്തെ ജോലി പോയത് തന്നെയല്ലേ? 3 ദിവസം രാപകലില്ലാതെ ഞാൻ ആ വരാന്തയിൽ കുത്തിയിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഞാൻ മുമ്പിൽ ചെന്ന് തോഴും. കൊച്ചമ്മ ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവസാനം മടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോന്നു. വല്ലാത്ത മനസ്സാ അല്ലേ? അതിനൊരു കാര്യമുണ്ട് മീനാക്ഷി അമ്മേ. ഈ ജീവപര്യന്തം ശിക്ഷിച്ചവരുടെയും തൂക്കുമരത്തിൽ കയറ്റിയവരുടെയും കണ്ണീര് കണ്ട് കണ്ട് അവരുടെ മനസ്സ് പാറയായിപ്പോയി. പാറയുണ്ടോ അലിയാൻ പോകുന്നു. അത് തല്ലിപ്പൊട്ടിക്കണം. എന്റെ ഗീതമോൾ അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നോ എന്തോ. അത് ബാലകുഞ്ഞിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കുടിച്ചോ കുടിച്ചോ.